പോലീസിന്റെ കയ്യിൽ DNA ഫലമടക്കം ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ, അങ്ങനെയാണ് വായിച്ചത്. എങ്ങനെയാണ് ഇന്നലെയല്ലേ ഈ പെൺകുട്ടി പരാതി കൊടുത്തത്? ഈ ദിവസത്തിനുള്ളിൽ ഒരു ദിവസത്തിനുള്ളിൽ പോലീസിൻ്റെ ഇടയിൽ ഇത്രയും കൃത്യമായ തെളിവും മറ്റു കാര്യങ്ങളും ലഭിച്ചു എന്ന് പറയുമ്പോൾ അത്ഭുതം തോന്നും. അങ്ങനെ അത്രയും എഫിഷ്യൻസിയോടെയാണ് നമ്മുടെ പോലീസ് വർക്ക് ചെയ്തെങ്കിൽ നല്ല കാര്യം. രാഹുൽ മാങ്കൂട്ടത്തിലും കുടുംബത്തിനും ഒരുപാട് കാലമായ ദുരവസ്ഥയാണ്. പകരം കോടതിയുടെ ഒരു ഒബ്സർവേഷൻ വരികയാണെന്നിരിക്കട്ടെ, ഈ കേസ് നിലനിൽക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. നിലനിൽക്കോ ഇല്ലയോ എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സൂചകമായിട്ടെടുക്കാം. ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ജാമ്യം കിട്ടുമെന്നറിയില്ല. ചില ആൾക്കാർ ജാമ്യം കിട്ടുമെന്ന് പറയുന്നു. നാളെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു വ്യാജ ബോക്സ് കൊണ്ടുവന്നാൽ അത് ജാമ്യവും കിട്ടൂല. ഞാൻ ആ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമല്ല, ആ പരാതിക്കാരിയുടെ ഭർത്താവിനൊപ്പമാണ്. കാര്യം എന്തുകൊണ്ടാണ്? ആ പരാതിക്കാരിയുടെ ഭർത്താവ് ഇതൊന്നും അറിയാതെ അവൻ്റെ ജീവിതം നശിച്ചൊരു വ്യക്തിയാണ്. അവനായിട്ട് യാതൊരു തെറ്റും ചെയ്തില്ല. തെറ്റ് ചെയ്തു എന്ന് ആരും ഉന്നയിക്കുന്ന പോലുമില്ല. അവനായിട്ട് യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ അവൻ്റെ ജീവിതമാണ് നശിച്ചത്. അതുകൊണ്ട് നമ്മൾ അവനോടൊപ്പം തന്നെ നിൽക്കണം, യാതൊരു സംശയവുമില്ല. ഈ നാട്ടിൽ ആണുങ്ങൾക്കും ജീവിക്കാനുള്ളൊരു സ്പേസ് ഉണ്ടാകണ്ടേ? ആണിനും ഡിഗ്നിറ്റിയും മാനവും അഭിമാനവും ഇല്ലേ? നിവിൻ പോളി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഭാര്യയുണ്ട്, 2 കുട്ടികളുണ്ട്, വീട്ടിൽ അമ്മയും അച്ഛനും അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ കാണും. അപ്പോൾ ഇവർക്കൊക്കെ ഇത് ബാധിക്കുന്നതല്ലേ? മറുഭാഗത്തെ ആൾക്ക് എന്താ നഷ്ടം? ഈ ഇലക്ഷനിൽ, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന ഇലക്ഷനിലും ഇതുവരെയുള്ള 2 വലിയ വിഷയങ്ങൾ UDFും BJPയും ഉന്നയിക്കുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള വേഴ്സസ് നമ്മുടെ CPM ഉന്നയിക്കുന്ന സ്ത്രീ സുരക്ഷ. അതുകൊണ്ടാണ് നമ്മുടെ ഇലക്ഷൻ ദിവസം പോലും, തദ്ദേശ ഇലക്ഷൻ ദിവസം പോലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വന്ന് പറഞ്ഞത് അവളെ കൊന്നു കളയുമെന്ന് പറഞ്ഞു, സ്ത്രീ സുരക്ഷ പ്രധാനമാണ് എന്നൊക്കെ. അതുകൊണ്ടാണ് ശ്രീ ദിലീപിന്റെ കേസിലും അതിജീവിതയെ ഇത്രയധികം സപ്പോർട്ട് ചെയ്തുകൊണ്ട് സർക്കാർ വരുന്നതും ആ ജഡ്ജി മോശക്കാരിയാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രോസിക്യൂഷൻ നടപടിക്ക് പോകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് ഇന്ത്യൻ ഫാസിസത്തിന്റെ ചിരിക്കുന്ന മുഖമാണ് രാഹുൽ ഈശ്വർനാഥ്. ഇപ്പൊ ഒരു നിരീക്ഷണത്തിൽ ഒന്ന് പറയുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു അവസ്ഥ ഇനി എന്തായിരിക്കും? രാഹുൽ മാങ്കൂട്ടത്തിലും കുടുംബത്തിനും ഒരുപാട് കാലമായി ദുരവസ്ഥയാണ്. പകരം കോടതിയുടെ ഒരു ഒബ്സർവേഷൻ വരികയാണെന്നിരിക്കട്ടെ, ഈ കേസ് നിലനിൽക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. നിലനിൽക്കോ ഇല്ലയോ എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സൂചകമായിട്ടെടുക്കാം. ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ജാമ്യം കിട്ടുമെന്നറിയില്ല. ചില ആൾക്കാർ ജാമ്യം കിട്ടുമെന്ന് പറയുന്നു. നാളെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു വ്യാജ ബോക്സ് കൊണ്ടുവന്നാൽ അത് ജാമ്യവും കിട്ടൂല. എന്താ ബുദ്ധിമുട്ട്? ആ കുട്ടി ആരാന്നറിയില്ല, ആ സ്ത്രീ ആരാണെന്ന് അറിയാൻ പറ്റില്ല. നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. ആത്യന്തികമായ കോടതി ഫൈനലി രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധിയാണെന്ന് പറയുമായിരിക്കും. പക്ഷെ അതിനൊരു 7-8 വർഷം എടുക്കൂലേ? ഒരു 7-8 വർഷം എടുത്തു കഴിഞ്ഞ് ഒരാളുടെ കരിയറും ജീവിതവും നശിച്ച്, ജോലി നശിച്ച്, ജീവിതം നശിച്ച്, കുടുംബം നശിച്ച് എല്ലാം കഴിഞ്ഞാൽ നിരപരാധിയാന്ന് പറഞ്ഞാലെങ്കിലും നമ്മൾ വെറുതെ വിടുവോ? ശ്രീ ദിലീപിന്റെ കേസ് എന്തു പറ്റി? ശ്രീ ദിലീപ് നിരപരാധിയാണെന്ന് എല്ലാ ട്രയലും കഴിഞ്ഞ് കോടതി പറഞ്ഞപ്പോൾ കോടതിയിലെ വനിതയായ ജഡ്ജി മോശക്കാരിയായി. ഇതിനൊരു അവസാനം വേണ്ടേ? എന്തുകൊണ്ട് അവസാനം വേണ്ടേ എന്ന് പറയണേ? നാളെ നമുക്കും ഇത് ചെയ്തുകൂടെ? ആരെങ്കിലും നമുക്കെതിരെ ഒരു പരാതി തന്നാൽ നമ്മുടെ ജീവിതം ഇല്ലാതാവില്ലേ? ഇനി ഒരാളുടെ ആണിൻ്റെ എന്നോട് എൻ്റെ അഡ്വക്കേറ്റ് പറഞ്ഞിരിക്കുന്നത്, പെണ്ണിൻ്റെ പേര് പറയരുത് ഒരു കാരണവശാലും, ഒരു കാരണത്തിലും. ഉമ്മൻചാണ്ടി സാറിനെതിരെയുള്ള പെണ്ണിൻ്റെ പേര് പോലും പറയരുത്. പക്ഷേ ആണിൻ്റെ ഉദാഹരണങ്ങൾ പറഞ്ഞു വന്നാൽ ഒരുപക്ഷെ മാധ്യമരംഗത്ത് നിൽക്കുന്ന താങ്കൾക്ക് ഓർമ്മയുള്ള ഒരാളായിരിക്കും. കേരളത്തിലുണ്ടായിരുന്ന, തിരുവനന്തപുരത്തുണ്ടായിരുന്ന, നമ്മുടെ ഹിന്ദുവിലുണ്ടായിരുന്ന ഗൗരിദാസൻ നായർ. അദ്ദേഹത്തിനെതിരെ ഒരു പെൺകുട്ടി ഒരു ബ്ലോഗ് എഴുതി. ശരിയായിരിക്കാം തെറ്റായിരിക്കാം എനിക്കറിയില്ല. അതോടുകൂടി ആ പെൺകുട്ടി പേരും എഴുതിയില്ല, വേറൊരാൾ വന്ന് ഇദ്ദേഹത്തിൻ്റെ പേരെഴുതി. അതോടുകൂടി ഹിന്ദുവോ എന്തുവാണ് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാന പത്രം, ഏറ്റവും റെസ്പെക്റ്റബിൾ പത്രം, ഹിന്ദു എന്ന് അദ്ദേഹത്തിന് VRS എടുക്കേണ്ടി വന്നു. എപ്പോഴും പിന്നെ പൊതുസമൂഹത്തിലില്ല. ഇതിൻ്റെ പ്രശ്നമേ അത് ശരിയായിരിക്കാം തെറ്റായിരിക്കാം. ശരിയാണ്, അദ്ദേഹം എന്തെങ്കിലും ആക്രമിച്ചെന്ന് പോലുമല്ല, ഹി അഡ്വാൻസ്ഡ് ടുവേർഡ്സ് മീ എന്ന രീതിയിലാണ് ആ പെൺകുട്ടി പറഞ്ഞത്. അപ്പോൾ ഒരു വ്യക്തിയെ നശിപ്പിക്കാൻ ഒരു ആരോപണം പോരെ? അത് നാളെ നമ്മുടെ അച്ഛൻ, നമ്മുടെ മകൻ, നമ്മുടെ സഹോദരൻ, ഇവർക്ക് അല്ലെങ്കിൽ നമുക്ക് നേരെ വന്നൂടെ? ഇപ്പം എന്നെ 16 ദിവസം ജയിലിലിട്ടു. എന്താ ആദ്യം പോലീസ് പറഞ്ഞു ഞാൻ ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഷെയർ ചെയ്തു. അപ്പോൾ ആ ഫോട്ടോ അല്ല, AI ഫോട്ടോ ആണ് ഇട്ടത്, വേറെ ഏതോ ഒരു AI ഫോട്ടോ ആണ് ഇട്ടത്. 2 ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞു. അത് നിൽക്കില്ല. അപ്പം 3ാമത് അധിക്ഷേപിച്ചു എന്ന്, അല്ലെങ്കിൽ ലൈംഗികാധിക്ഷേപം നടത്തി. ഇപ്പം നാളെ വീണ്ടും ഇതിലേക്ക് പോവാണ്, എൻ്റെ ജാമ്യം ക്യാൻസൽ, അധിക്ഷേപം. അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്ര പേര് അധിക്ഷേപിക്കുന്നു? രാഹുൽ മാങ്കൂട്ടത്തിൽ പരാതി കൊടുത്ത് പോലീസ് കേസെടുത്താൽ ജയിലിൽ നടക്കാനല്ലേ? പുരുഷന്മാരുടെ കാര്യം പറഞ്ഞല്ലോ, അങ്ങനെയാണെങ്കിൽ അതിജീവിത ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ തന്നെ ഇതിൽ ഒരു അതിജീവിതയുടെ ഭർത്താവ് തന്നെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഭർത്താവിനൊപ്പമാണ്. അവിടെയാണ് കൃത്യമായി ഞാൻ പറയുന്നത്, ഞാൻ ആ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമല്ല, ആ പരാതിക്കാരിയുടെ ഭർത്താവിനൊപ്പമാണ്. കാര്യം എന്തുകൊണ്ടാണ്? ആ പരാതിക്കാരിയുടെ ഭർത്താവ് ഇതൊന്നും അറിയാതെ അവൻ്റെ ജീവിതം നശിച്ചൊരു വ്യക്തിയാണ്. അവനായിട്ട് യാതൊരു തെറ്റും ചെയ്തില്ല. തെറ്റ് ചെയ്തു എന്ന് ആരും ഉന്നയിക്കുന്ന പോലുമില്ല. അവനായിട്ട് യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ അവൻ്റെ ജീവിതമാണ് നശിച്ചത്. അതുകൊണ്ട് നമ്മൾ അവനോടൊപ്പം തന്നെ നിൽക്കണം, യാതൊരു സംശയവുമില്ല. ആ വകുപ്പുകൾ സ്ട്രോങ് ആണോ എന്ന് എനിക്കറിയില്ല. പലരും ആ വ്യക്തിയെക്കുറിച്ച് ചോദിക്കുന്നത് കേട്ടു, എന്തുകൊണ്ടാണ് താൻ തൻ്റെ ഭാര്യയ്ക്കെതിരെ കേസ് കൊടുക്കാത്തത്? എൻ്റെ കൗതുകരമായ കാര്യം, അങ്ങനെ ഭാര്യയ്ക്കെതിരെ കേസ് കൊടുക്കാൻ വകുപ്പില്ല എന്നുള്ളതാണ്.
അങ്ങനെ ഒരു സ്ത്രീക്കെതിരെ അങ്ങനെ കേസ് കൊടുക്കാൻ വകുപ്പില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് കൊടുക്കാൻ വകുപ്പുണ്ട്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പമല്ല ഞാൻ, രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിന്നതിനേക്കാൾ കൂടുതൽ ആ ചെറുപ്പക്കാരനൊപ്പമാണ്. ഇതിന്റെ പ്രശ്നം ഇത്രയും സങ്കീർണമായ വിഷയങ്ങളെ ലെയേഴ്സായി കാണാതെ ഏകശിലാത്മകമായി എന്താ പറയണേ, കറുപ്പും വെളുപ്പുമായി മാത്രം കണ്ട് പുരുഷനെ കറുപ്പും സ്ത്രീയെ വെളുപ്പുമായി കാണുന്നതിൻ്റെ ഒരു ദൗർഭാഗ്യം നമ്മുടെ സിസ്റ്റത്തിനില്ലേ? ഞാൻ വേറൊരു കാര്യം ചോദിക്കാം. ഈ ജയിലൊക്കെ കിടന്നു, അതിനുശേഷം ഇറങ്ങി, അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ സമയത്ത് വിളിച്ചിരുന്നോ? ഇല്ല, രാഹുൽ അതിന് ശേഷം 2-3 ദിവസത്തിന് ശേഷം വിളിച്ചിരുന്നു. ഇത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ചെയ്യുന്നതല്ല. അതിനെക്കാട്ടും മുമ്പ് ചാണ്ടി ഉമ്മൻ വിളിച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ചെയ്യുന്നതല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നോട് ശത്രുതയുണ്ടെന്നിരിക്കട്ടെ, എതിരുണ്ടെന്നിരിക്കട്ടെ, ഇത് ചെയ്യുന്നത് നാളെ ഇതേപോലൊരു കള്ളത്തരം വേറൊരു പുരുഷന് പറ്റാതിരിക്കാനാണ്. എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അദ്ദേഹം പോയതിന് വളരെ കഷ്ടം. ഇനി 2 രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്ത അതിജീവിതൻ ഉണ്ടല്ലോ, പുള്ളി ഒരു വീഡിയോ ഇറക്കിയിരുന്നു. രാഹുൽ ഈശ്വറിനോട് ഖേദം പറയുന്നു എന്ന് പറഞ്ഞൊരു വീഡിയോ ഇറക്കിയിരുന്നു. രാഹുൽ ഈശ്വറിനോട് ഖേദം പറയുന്നു, അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല, യഥാർത്ഥത്തിൽ തെറ്റ് ചെയ്ത് ബാക്കി 2 പേരാണ്, രാഹുൽ മാങ്കൂട്ടത്തിലിനെയും ആ പെൺകുട്ടിയെ ഉദ്ദേശിച്ച്. രാഹുൽ ഈശ്വർ ഇതിൽ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല, അതുകൊണ്ട് അദ്ദേഹം ജയിലിൽ കിടന്നതിന് ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പുള്ളി ഒരു വീഡിയോ ചെയ്തു. ഇതിന്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ആരെയും ഇങ്ങനെ കുടുക്കിക്കൂടെ. അത് രാഹുൽ മാങ്കൂട്ടത്തിലാകാം, വേറൊരാളാകാം, X ആകാം, A ആകാം, B ആകാം. പിന്നീട് ഇവർ ജയിലിൽ കിടന്നു കഴിഞ്ഞാൽ അവിടെയാണ് ഞങ്ങൾ ആർഗ്യൂ ചെയ്യുന്ന പോയിന്റ്, അക്യൂസ്ഡിന്റെ പ്രിവസി പ്രൊട്ടക്ഷൻ ലോ. അതായത് ഇപ്പോൾ അതിജീവിതയെന്നോ ഇരയെന്നോ മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. ഇതേപോലെ അക്യൂസ്ഡ് ആയ ആൾക്കാർക്കും പ്രിവസി സംരക്ഷിക്കപ്പെടണം. ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കേസിൽ ആ കോണ്ടെക്സ്റ്റിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിന്റെ ഭാഗമായി തന്നെ ഉണ്ട്. അതായത് നാളെ ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവരുടെ പേര് നമ്മൾ എടുക്കണം, നമ്മൾ അവരെ കയറി പൊങ്കാലയിടണം, അല്ലെങ്കിൽ ആക്രമിക്കണം, നമുക്ക് അവരെ വിമർശിക്കാം, പ്രശ്നമില്ല. പക്ഷേ പ്രഥമ ദൃഷ്ടിയെങ്കിലും കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നത് വരെ ഇവരെ കരിവാരിത്തേക്കാനോ പൊതുമാധ്യമങ്ങളിൽ ഇവരുടെ പേരുകൾ ഉപയോഗിക്കാനോ പാടില്ല. അത് ഫെയർ ആണല്ലോ. കാര്യം ഒരിക്കലും പെൺകുട്ടിയുടെ പേര് ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നത് വരെ അവരുടെ പേര് യൂസ് ചെയ്യാൻ പാടില്ല. അക്യൂസ്ഡിന്റെ പ്രൈവസി പ്രൊട്ടക്ഷൻ ലോ. ഇവിടെയാണ് മെൻസ് കമ്മീഷൻ പോലുള്ള കാര്യങ്ങൾ വേണ്ടി വരുന്നത്. കേരളം ഏറെ ചർച്ച കൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഇപ്പോൾ ഒരു റിഗ്രറ്റ് തോന്നുന്നുണ്ടോ? അദ്ദേഹത്തിന് വേണ്ടി ജയിലിൽ കിടക്കുകകൂടി ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. രാഹുലിനെതിരെ വന്ന ആദ്യ 2 പരാതികളിൽ 2ാമത്തെ പരാതിയിൽ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞത് ആ പരാതിയിൽ സംശയമുണ്ടെന്നാണ്. ആദ്യത്തെ പരാതിയുടെ കാര്യത്തിൽ പറഞ്ഞത് ലഭ്യമായ വിവരങ്ങൾ വെച്ച് ഈ അവസരത്തിൽ പീഡനാരോപണം നിലനിൽക്കില്ല എന്നാണ്. ഇത് 3ാമത്തെ പരാതിയാണ്. കോടതിയുടെ ഒരു നിലപാട് വരട്ടെ, കോടതിയുടെ ഒരു കാഴ്ചപ്പാട് വരട്ടെ. നമുക്ക് എടുത്തു ചാടി രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുറ്റക്കാരനാണെന്നോ അല്ലെന്നോ വിധിക്കാൻ കഴിയുമോ? പ്രഥമ ദൃഷ്ടിയായെങ്കിലും, അതായത് ആത്യന്തികമായ ട്രയൽ നടക്കാൻ വർഷങ്ങളെടുക്കും, പ്രഥമ ദൃഷ്ടിയായെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കുറ്റമോ കുറ്റമില്ലായ്മയോ കോടതി പറയണ്ടേ? അതുവരെ ഒരു ക്ഷമ നമ്മൾ കാണിക്കണ്ടേ? എന്തുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇന്ത്യയുടെയും ലോക നിയമത്തിൻ്റെയും അടിസ്ഥാനം പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അതായത് എ പേഴ്സൺ ഈസ് ഇന്നസെൻറ്റ് അണ്ടിൽ പ്രൂവ്ഡ് ഗിൽറ്റി. ഒരു വ്യക്തി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുന്നത് വരെ ആ വ്യക്തി നിരപരാധിയാണെന്നുള്ളതാണ്. ഇല്ലെങ്കിൽ എന്താ പറ്റുക എന്ന് പറഞ്ഞാൽ, നമ്മൾ മീഡിയ ട്രയൽ വഴി, സോഷ്യൽ ട്രയൽ വഴി അവരുടെ കുടുംബത്തെ, അഭിമാനത്തെ ഒക്കെ നശിപ്പിക്കുന്നതിനിടയാവും. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ നോക്കുക, നമ്പി നാരായൺ സാറിൻ്റെ കേസ്, ഇന്ത്യയുടെ ചാരരഹസ്യം പാകിസ്ഥാന് ചോർത്തി എന്നുള്ള കേസാണ്. ഉമ്മൻചാണ്ടി സാറിനെതിരെ വന്ന കള്ളക്കേസ്, ശ്രീ ദിലീപിനെതിരെ വന്ന തെറ്റായ കേസ്. ആ കേസിൽ അതിജീവിത ശരിയാണ്, പക്ഷേ ദിലീപിനെ കള്ളക്കേസിലേക്ക് പിന്നീട് കുടുക്കി എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയത്. അപ്പോൾ ഇവരുടെ എല്ലാം ലൈഫിനെയൊക്കെ എത്രമാത്രം ബാധിച്ചിട്ടുണ്ടാവും? ഇവർക്കും കുടുംബമില്ലേ, അമ്മയില്ലേ, അല്ലെങ്കിൽ ചിലർക്ക് ഭാര്യയില്ലേ, കുട്ടികളില്ലേ? അപ്പോൾ ഈ പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ് നമ്മൾ ലംഘിക്കരുത്. അതുകൊണ്ടാണ് ഇന്ത്യൻ നിയമത്തിൽ പലപ്പോഴും പറയുന്നത് 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത്. നമ്മുടെ ഒരു അടിസ്ഥാന പ്രമാണമാണ്. അപ്പോൾ ഈ തത്വത്തെ ഉയർത്തി നിർത്തുകൊണ്ടാണ് ഞാൻ ഈ കേസുകളെല്ലാം ഡീൽ ചെയ്യുന്നത്. പക്ഷെ ഇത് ഒരു പരാതിയോ അല്ലല്ലോ, ഇതിപ്പോ 3ാമത്തെ പരാതി വരെ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം. വളരെ നല്ല ചോദ്യം. പക്ഷെ ആദ്യ 2 പരാതിയിൽ പീഡനാരോപണം നിലനിൽക്കില്ല എന്ന് പറഞ്ഞത് കോടതിയല്ലേ? ഒരു പരാതിയിൽ സംശയമുണ്ടെന്നും മറ്റൊരു പരാതിയിൽ പീഡനാരോപണം ഇതുവരെ ലഭിച്ച വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നിലനിൽക്കില്ല എന്നും പറഞ്ഞത് കോടതിയല്ലേ? അപ്പോൾ ഇത് 3ാമത്തെ പരാതിയാണോ? അങ്ങനെ വരുമ്പോൾ ഇത് 3ാമത്തെ പരാതിയാണോ? അങ്ങനെയാണെങ്കിൽ നാളെ ഈ പരാതിയിൽ നിലനിൽക്കില്ലെന്ന് പറഞ്ഞു എന്നിരിക്കട്ടെ, നാളെ വേറൊരു പരാതി വന്നാൽ 4ാമത്തെ പരാതി. കൃത്യമായ തെളിവുകളാണ്, DNA ഫലം അടക്കം വെച്ചുകൊണ്ട് കൃത്യമായ തെളിവുകളാണെന്നല്ലേ കഴിഞ്ഞ തവണയും പറഞ്ഞത്? കൃത്യമായ തെളിവാണെന്നല്ലേ അതിന് മുമ്പേ തവണയും പറഞ്ഞത്? പിന്നെ ഇപ്പോൾ പോലീസിൻ്റെ കയ്യിൽ DNA ഫലം അടക്കം ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ, അങ്ങനെയാണ് വായിച്ചത്. എങ്ങനെയാണ് ഇന്നലെയല്ലേ ഈ പെൺകുട്ടി പരാതി കൊടുത്തത്? ഈ ഒരു ദിവസത്തിനുള്ളിൽ പോലീസിൻ്റെ ഇടയിൽ ഇത്രയും കൃത്യമായ തെളിവ് മറ്റു കാര്യങ്ങളും ലഭിച്ചു എന്ന് പറയുമ്പോൾ അത്ഭുതം തോന്നുന്നു. അങ്ങനെ അത്രയും എഫിഷ്യൻസിയോടെയാണ് നമ്മുടെ പോലീസ് വർക്ക് ചെയ്തെങ്കിൽ നല്ല കാര്യം. പക്ഷേ യഥാർത്ഥത്തിൽ കോടതിയുടെ ഒരു മനസ്സ്, കോടതിയുടെ പ്രഥമ ദൃഷ്ടിയുള്ള കമൻറ്റ്, ഇത്തരം കാര്യങ്ങളെങ്കിലും നോക്കണ്ടേ? പക്ഷെ കോൺഗ്രസ് പാർട്ടിയുടെ അകത്ത് പോലും
രാഹുലിന് കൃത്യമായ ഒരു സപ്പോർട്ട് കിട്ടാത്തൊരു സമയത്താണ് താങ്കൾ സപ്പോർട്ടുമായി കാര്യം എന്തുകൊണ്ടാണ്? എനിക്കതിൽ രാഷ്ട്രീയമില്ല. ഉദാഹരണം ഞാൻ പറയാം. CPM ഭാഗത്തുള്ള ഏറ്റവും പ്രമുഖ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട താരവും MLA-യുമായ ശ്രീ മുകേഷ്, കോടതിയുടെ അനുകൂല പരാമർശമടക്കം ശ്രീ മുകേഷിനെതിരെയുണ്ട്. മുകേഷിനെതിരെ വ്യാജ പരാതി കൊടുത്ത സ്ത്രീ ബാക്കി 11 പേർക്കെതിരെ വ്യാജ പരാതി കൊടുത്തിരുന്നു. ശ്രീ മുകേഷിനെ സപ്പോർട്ട് ചെയ്യാൻ CPM-കാരും വന്നില്ല, ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. അല്ലെങ്കിൽ ശ്രീ സുരേഷ് ഗോപി ഒരു മാധ്യമപ്രവർത്തകയോട് അവരുടെ സ്ത്രീത്വത്തെ അവഹേളിച്ചു എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് BJP-കാരെ വന്നിട്ടുള്ളൂ. ഞാനാണ് ശക്തമായി സപ്പോർട്ട് ചെയ്തത്. ശ്രീ എൽദോസ് കുന്നപ്പള്ളിയുടെ അടക്കമുള്ള വിഷയങ്ങൾ വന്നപ്പോൾ ഞാനേ സപ്പോർട്ട് ചെയ്തു. അത് വേറൊന്നും കൊണ്ടല്ല, വസ്തുത എന്താണെന്ന് കണ്ട് നമുക്ക് വരെ കല്ലെറിയാം. ഞാനിത് ചെയ്യുന്നത് എൻ്റെ ഏതെങ്കിലും രീതിയിലുള്ള മഹത്വമല്ല. നാളെ എനിക്കെതിരെ വ്യാജപരാതി വരാം, എൻ്റെ സുഹൃത്തുക്കൾക്കെതിരെ വ്യാജപരാതി വരാം, ഈ ക്യാമറ എടുക്കുന്ന ആൾക്കെതിരെ വ്യാജപരാതി വരാം, എൻ്റെ 2 മക്കൾക്കെതിരെ വ്യാജപരാതി വരാം. ആർക്കെതിരെയും വന്നൂടെ? അങ്ങനെ ആരെയും കൊടുക്കാനുള്ള ഒരു അവസ്ഥ പോയില്ലേ? ഒരു എല്ലാം വ്യാജമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? എല്ലാം ശരിയാണെന്നും പറയാൻ പറ്റില്ല. അപ്പൊ ആര് പറയണം? കോടതി പറയട്ടെ. ഇങ്ങനല്ലേ നമുക്ക് പറയാൻ പറ്റൂ. എല്ലാം വ്യാജമല്ല, തീർച്ചയായിട്ടും എല്ലാം എങ്ങനെ വ്യാജമാണെന്ന് ഒരിക്കലുമല്ല. എല്ലാം ശരിയാണോ? എല്ലാം ശരിയല്ല. അപ്പോൾ ശരിയായ പരാതികളുണ്ട്, തെറ്റായ പരാതികളുണ്ട്, വ്യാജമായ പരാതികളുണ്ട്, സത്യമായ പരാതികളുണ്ട്. ബഹുമാനപ്പെട്ട കോടതി ഇനീഷ്യലി എങ്കിലും, ഇതാണ് പ്രഥമ ദൃഷ്ടിയാണ് നമ്മൾ പറയുന്നത്, പ്രഥമ ദൃഷ്ടിയ എങ്കിലും കേസിന്റെ കാര്യം പറയുന്നതിന് മുമ്പ് നമ്മൾ ഒരാളെ വിധിക്കുന്നത് ശരിയാണോ? കാര്യം അങ്ങനെ ഉമ്മൻചാണ്ടി സാറിനെ വർഷങ്ങളോളം വേട്ടയാടിയതല്ലേ? അതിനെന്തെങ്കിലും ഗുണമുണ്ട്? പെട്ടെന്നൊരു ഉദാഹരണം പറയാം, നമുക്ക് ഓർമ്മയുള്ള ഉദാഹരണം. നിവിൻ പോളി ഇപ്പൊ സർവ്വമായൊക്കെ ഹിറ്റായി നിൽക്കുകയാണ്. നിവിൻ പോളി ദുബായിൽ വെച്ച് തന്നെ റേപ്പ് ചെയ്തു എന്നൊരു പെൺകുട്ടി ആരോപണം ഉന്നയിക്കുന്നു. നിവിൻ്റെ ഭാഗ്യത്തിന് നിവിൻ കൊച്ചിയിലായിരുന്നു. ആ പെൺകുട്ടിയോട് പിന്നെ ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി പറയുകയാണ്, ഞാൻ ഉറക്കപ്പിച്ചിൽ പറഞ്ഞപ്പോൾ ഡേറ്റ് മാറിപ്പോയതാണ്. നിവിൻ പോളി ആ പെൺകുട്ടിക്കെതിരെ പരാതി കൊടുത്തു. ഏതെങ്കിലും രീതിയിലുള്ള ആക്ഷൻ പോലീസ് എടുത്തു? ഈ നാട്ടിൽ ആണുങ്ങൾക്കും ജീവിക്കാനുള്ളൊരു സ്പേസ് ഉണ്ടാകണ്ടേ? ആണിനും ഡിഗ്നിറ്റിയും മാനവും അഭിമാനവും ഇല്ലേ? നിവിൻ പോളി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഭാര്യയുണ്ട്, 2 കുട്ടികളുണ്ട്, വീട്ടിൽ അമ്മയും അച്ഛനും അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ കാണും. അപ്പോൾ ഇവർക്കൊക്കെ ഇത് ബാധിക്കുന്നതല്ലേ? മറുഭാഗത്തെ ആൾക്ക് എന്താ നഷ്ടം? ശ്രീ സിദ്ദിഖിനെതിരെ അല്ലെങ്കിൽ എന്താ പറയുക ഉമർ ലുലുവിനെതിരെ, ഇടവേള ബാബുച്ചേട്ടനെതിരെ എത്ര പേർക്കെതിരെ പരാതി? ഇവരുടെയൊക്കെ ജീവിതം നമ്മൾ എന്തെങ്കിലും നോക്കിയിട്ടുണ്ടോ? എങ്കിലും ഈ സമയത്തൊക്കെ ചിലപ്പോൾ ജയിലിൽ നിന്ന് വന്നതിന് ശേഷം മീഡിയാസ് ഒക്കെ കാണുമ്പം ശ്രദ്ധിച്ച് കാണും, കുറേ ട്രോളുകൾ വന്നിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടായിരിക്കും ഒരു മറ്റൊരാളുടെ വേണ്ടിയിട്ട് ജയിലിൽ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ട്രോളുകളൊക്കെ വലുതായിട്ട്. ട്രോളുകൾ അബ്യൂസീവ് അല്ലെങ്കിൽ രസമാണ്. പക്ഷേ ഒരുപക്ഷെ താങ്കൾ ആലോചിക്കേണ്ട കൗതുകമുള്ളൊരു കാര്യം, മുമ്പ് തൊട്ടേ മാധ്യമപ്രവർത്തന പരിചയമുള്ളതുകൊണ്ടാണ്, 2018 ഞങ്ങൾ ശബരിമലയ്ക്ക് വേണ്ടി പ്രക്ഷോഭം നടത്തുമ്പോൾ, പട്ടിണി കിടക്കുമ്പോൾ, ജയിലിൽ പോകുമ്പോൾ ഒരുപാട് ആൾക്കാർ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യായിരുന്നു. അതായത് സുപ്രീം കോടതിയുടെ 4-1 വിധിന്യായമാണ്, അതായത് സുപ്രീം കോടതിയുടെ 5 ബെഞ്ചിൻ്റെ വിധിന്യായമാണ്, നിങ്ങളിവിടെ പട്ടിണി കിടന്നുകൊണ്ട് എന്ത് മാറ്റം ഉണ്ടാവും, നിങ്ങൾ എന്ത് ചേഞ്ച് ഉണ്ടാക്കുക? അന്ന് ഞാനടക്കം വിരലെണ്ണാവുന്ന ആൾക്കാരേ ഉള്ളൂ. ആദ്യം അറസ്റ്റിലാകുന്നതിൻ്റെ മുത്തശ്ശി ദേവകി യന്ത്രജനമാണ്, 2ാമത് അമ്മ, 3ാമത് പ്രയാർ ഗോപാലകൃഷ്ണൻ സാറും ഞാനും. അവർ പ്രായമായതുകൊണ്ടും സീനിയർ ആയതുകൊണ്ട് ഒരേ വിട്ടു, എന്നെയാണ് ജയിലിലേക്ക് കൊണ്ടുപോയത്. ഞങ്ങളടക്കം വിരലെണ്ണാവുന്ന ആൾക്കാർ അവിടെ ജയിലിൽ കിടന്നും പട്ടിണി കിടന്നും അവസാനം സുപ്രീം കോടതിയുടെ 5 വിധിന്യായം മാറുകയുണ്ടായി. അത് ഞങ്ങളുടെ കഴിവല്ല കേട്ടോ, അത് അയ്യപ്പൻ്റെ അനുഗ്രഹവും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹവും നമ്മൾ പറഞ്ഞ സത്യമായതുകൊണ്ടാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതും സ്ത്രീ വിഷയമാണ്, സ്ത്രീ സമത്വത്തിൻ്റെ വിഷയമാണ്. നമ്മുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റും സിസ്റ്റവും സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒന്ന് പകച്ചു പോകുന്നു. സ്ത്രീ വിഷയങ്ങളെന്ന് പറഞ്ഞാൽ, സ്ത്രീ കൊടുക്കുന്ന പരാതി എന്ന് പറഞ്ഞാൽ പകച്ചു പോകുന്നു. അത് നല്ലതുമാണ് ഒരർത്ഥത്തിൽ, സ്ത്രീക്ക് മുൻഗണനയും പരിഗണനയും കിട്ടണം. പക്ഷേ പുരുഷൻ അവഗണന എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാകുക? എത്ര പേർ ജയിലിലടക്കം വ്യാജ പോക്സോ കേസുകളിൽ, വ്യാജ പരാതി കേസുകൾ കിടക്കും? ഇനി സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഒരു പോപ്പുലർ എക്സാമ്പിൾ പറയുകയാണ്. സാക്ഷാൽ ലൂസിഫർ, എബ്രാം ഖുറേഷി, എബ്രാമായ ലാലേട്ടനെ പോലും കൊടുക്കാൻ ഒരു വ്യാജ പരാതിയിലാണ് ലാലേട്ടൻ, അതായത് ആ സിനിമയിലെ എബ്രാം ഖുറേഷി, എബ്രാം ജയിലിൽ പോകുന്നത്. കാര്യം ആണിന് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ ഒന്നുമില്ല, കുറച്ചു ദിവസം ജയിലിൽ കിടക്കണം. അവസാനം ട്രയലിൽ അവൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞാലും ഇന്ന് ശ്രീ ദിലീപിനെ വേട്ടയാടുന്നത് പോലെ അയാൾ മോശക്കാരനാണെന്ന് പറയും. എന്തുകൊണ്ടായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പരാതികൾ തുടരെ വരുന്നത്? 2 കാര്യങ്ങളാണ്. ഒന്ന്, വീണ്ടും അടുത്ത 100 ദിവസത്തിനുള്ളിൽ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരികയാണ്. 2026 ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ 100 ദിവസത്തിനുള്ളിൽ വരികയാണ്. ഈ ഇലക്ഷനിൽ, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന ഇലക്ഷനിലും ഇതുവരെയുള്ള 2 വലിയ വിഷയങ്ങൾ, UDFും BJPയും ഉന്നയിക്കുന്ന ശബരിമല സ്വർണ്ണ കൊള്ള വേഴ്സസ് നമ്മുടെ CPM ഉന്നയിക്കുന്ന സ്ത്രീ സുരക്ഷ. അതുകൊണ്ടാണ് നമ്മുടെ ഇലക്ഷൻ ദിവസം പോലും, തദ്ദേശ ഇലക്ഷൻ ദിവസം പോലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വന്ന് പറഞ്ഞത് അവളെ കൊന്നു കളയുമെന്ന് പറഞ്ഞു, സ്ത്രീ സുരക്ഷ പ്രധാനമാണ് എന്നൊക്കെ. അതുകൊണ്ടാണ് ശ്രീ ദിലീപിൻ്റെ കേസിലും അതിജീവിതയെ ഇത്രയധികം സപ്പോർട്ട് ചെയ്തുകൊണ്ട് സർക്കാർ വരുന്നതും ആ ജഡ്ജി മോശക്കാരിയാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രോസിക്യൂഷൻ നടപടിക്ക് പോകുന്നത്. അപ്പോൾ ശബരിമല സ്വർണ്ണ കേസും സ്ത്രീ കേസുമാണ് ഇതുവരെ നിൽക്കുന്നത്, ഇതിലും പ്രധാന വിഷയങ്ങളായി വരുന്നത്. യഥാർത്ഥത്തിൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്താൽ ശബരിമല സ്വർണ്ണ കേസിൻ്റെ മുനയൊടിക്കാൻ കഴിയും.
രാഹുൽ മാങ്കൂട്ടത്തലിന്റെ കേസിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്താൽ ആ വിഷയം എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ ആളെ കത്തിക്കാൻ കഴിയും. ഇപ്പൊ ഈ ശബരിമല വിഷയം വീണ്ടും ചർച്ചയായി, തന്ത്രി അറസ്റ്റ് ചെയ്ത അടക്കമുള്ള ചർച്ചയായപ്പോൾ രാഹുലിനെതിരെ ഒരു ആയുധം പ്രയോഗിച്ചതാണ്. ഇത് രണ്ടും ഒരുമിച്ച് സൈമൾട്ടേനിയസ്ലി പ്രയോഗിച്ചിരിക്കാനാണ് സാധ്യത. അതിന് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വളരെ എവിഡന്റ് ആണ്. തന്ത്രി അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ CPM-ന്റെ നേർക്ക് വരുന്ന ചോദ്യങ്ങളോ ഗവൺമെന്റിന് നേർക്ക് വരുന്ന ചോദ്യങ്ങളോ ദേവസ്വം ബോർഡിന് നേർക്ക് വരുന്ന ചോദ്യങ്ങളോ ഈസിയായി മാറ്റാം, അതിന്റെ മോനെ ഒടിക്കാൻ കഴിയും. അതാണ് എൻ്റെ പൊളിറ്റിക്സ്. നേരെ തിരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം പറഞ്ഞാൽ സ്ത്രീ സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ ഫ്ലെയർ അപ്പ് ചെയ്യുക. അപ്പം ഇതിന്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഇതിന്റെ മറുഭാഗമാണ് നമ്മൾ നോർത്ത് ഇന്ത്യ കാണുന്നത്. നമ്മുടെ കന്യാസ്ത്രീമാർ 9 ദിവസത്തോളം ജയിലിൽ കിടന്നു. അവരെന്തെങ്കിലും തെറ്റിയിട്ടാണോ? അവിടുത്തെ പാവപ്പെട്ട സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പാവപ്പെട്ട ആദിവാസികൾക്ക് ജോലി മേടിച്ചു കൊടുക്കാൻ അവരെ കൂടെ കൊണ്ടുപോകാൻ 9 ദിവസം അവർ ജയിലിൽ കിടന്നു. സിദ്ദിഖാപ്പൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു പത്രപ്രവർത്തകൻ 1.5 വർഷം ജയിലിൽ കിടന്നു. ഇപ്പോൾ നമ്മുടെ ഷർജീൽ ഇമാമും അടക്കമുള്ള ആൾക്കാർ, ഏകദേശം ഉമർ ഖാലിദും അടക്കമുള്ള ആൾക്കാർ 5 വർഷമായിട്ട് വിചാരണ തടവുകാരായി കിടക്കും. ഇതിന്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ എപ്പോഴും ഗവൺമെന്റിന്റെ പൊസിഷൻ എത്ര സ്ട്രോങ് ആണെന്നും കൂടി നോക്കിയാണ് കോടതികൾ ജാമ്യം കൊടുക്കുന്നത്. ഇപ്പോൾ രാഹുൽ ഈശ്വർ എന്ന താങ്കളുടെ ഒരു വിഷയത്തിലാണെങ്കിൽ താങ്കളൊരു പബ്ലിക് ഫിഗറാണ്. താങ്കളെ ഒട്ടുമിക്ക ആളുകൾക്കും അറിയാവുന്ന ഒരാളാണ്. താങ്കൾ ഇലക്ഷനിലടക്കം മത്സരിച്ചേക്കാം എന്നുള്ള വാർത്തകളടക്കം വരുന്ന ഒരാൾ കൂടിയാണ്. അങ്ങനെ ശോഭിച്ച് നിൽക്കുന്ന ഒരു സമയത്ത് ഇവർ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പോലുള്ള വിഷയങ്ങളിൽ ഇടപെടുക, അങ്ങനെ താങ്കൾ ജയിലിൽ പോവുക, അതൊക്കെ താങ്കളുടെ ഒരു വ്യക്തിത്വത്തെ കൂടിയല്ലേ ഇപ്പോൾ നെഗറ്റീവായി? യഥാർത്ഥത്തിൽ ഞാൻ സെൽഫ്ലെസ് ആണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ? യഥാർത്ഥത്തിൽ എനിക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടായിട്ടാണോ? ഇനി പറയുമ്പോൾ ആൾക്കാർക്ക് കൗതുകം തോന്നും. ഞാൻ ജീവിതത്തിൽ 2 പ്രാവശ്യം രാഹുൽ മാങ്കൂട്ടത്തിലിനെ നേരിട്ട് കണ്ടിട്ടുള്ളൂ. 2 തവണയും ഞങ്ങൾ അടികൂടുകയായിരുന്നു. അതായത് ഒന്ന് മുസ്ലിം ലീഗിന്റെ ചരൽക്കുന്ന് ക്യാമ്പിൽ വെച്ച് പബ്ലിക്കലി, ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഗസ്റ്റ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് ഇന്ത്യൻ ഫാസിസത്തിന്റെ ചിരിക്കുന്ന മുഖമാണ് രാഹുൽ ഈശ്വർ എന്നാണ്. ഏഷ്യാനെറ്റിലെ വിനു വി ജോണിന്റെ ചർച്ചയിലിരുന്ന്, പ്രധാന ചർച്ചയിൽ 8 മണി ചർച്ചയിലിരുന്ന് ഏതോ ഒരു വിഷയത്തിൽ അടികൂടിയപ്പോൾ നോർത്ത് ഇന്ത്യയിൽ അർണബ് ഗോസ്വാമി പോയിസൺ ആണ്, രാഹുൽ ഈശ്വറാണ് കേരളത്തിലെയും സൗത്ത് ഇന്ത്യയിലെയും സ്ലോ പോയിസൺ എന്ന് പറഞ്ഞ് നാളെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കള്ളക്കേസ് വരുമ്പോൾ ഞാൻ എന്ത് വിചാരിക്കണം? നന്നായി, എന്നെ പണ്ട് പോയിസൺ എന്ന് പറഞ്ഞവരാണ്, അവനെ പറയണമെന്നാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ശരിക്കും നെഹ്റൂവിയൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആളാണ്. ഞാൻ സ്വയം ഗാന്ധിയൻ എന്ന് വിശേഷിപ്പിക്കുന്ന ആളാണ്. ഞങ്ങൾ തമ്മിലെ ചിന്താധാരകൾ വ്യത്യാസമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ മതേതര പുരോഗമന എന്നൊക്കെ പറയുന്ന ഒരു ലൈൻ എടുക്കുന്ന ആളാണ്. ഞാൻ കുറെ കൂടെ മതസൗഹാർദ്ദ ഹിന്ദു ആക്ടിവിസ്റ്റ് ആണ് എന്ന് പറയുന്ന ആളാണ്. അവിടെയാണ് ഞാൻ പറയുന്നത് ലൈൻ വ്യത്യാസമായിരിക്കാം. എനിക്ക് ഉറപ്പുണ്ട് CPM-ന്റെ MLA ആണ് മുകേഷ് ഏട്ടൻ, അല്ലെങ്കിൽ ശ്രീ മുകേഷ്. നാളെ എന്നെ കള്ളക്കേസിൽ കുടുക്കിയ പോലീസുകാർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നാലും ഞാൻ പ്രതികരിക്കുന്നത് കള്ളക്കേസ് പരസ്പരം കൊടുത്തു തുടങ്ങിയാൽ അതിന് അവസാനമില്ല. അതാണ് ഗാന്ധിജി പറയുന്നത്, ഐ ഫോർ ആൻ ഐ മേക്സ് ദ ഹോൾ വേൾഡ് ബ്ലൈൻഡ്. കണ്ണിന് കണ്ണ് എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ അന്ധമാവും. നാളെ ഇവർക്കെതിരെയും കള്ളക്കേസ് എടുത്തുകൂടെ? അതായത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആഭ്യന്തര വകുപ്പിന് താഴെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. ആഭ്യന്തര വകുപ്പ് എടുക്കുന്ന നിലപാടുകൾ മുമ്പോട്ട് കൊണ്ടുപോകുന്ന വ്യക്തികളാണ്. ഇപ്പൊ ശബരിമല തന്ത്രി എന്തിനാ അറസ്റ്റ് ചെയ്ത്? അയ്യപ്പന്റെ അനുമതി മേടിച്ചില്ല. അയ്യപ്പൻ്റെ അനുമതി കിട്ടിയോ ഇല്ലയോ എന്ന് പോലീസുകാർക്ക് എങ്ങനെ അറിയാം? ഒന്ന് ആലോചിച്ച് നോക്കുക. താന്ത്രിക ആചാരങ്ങൾ പാലിച്ചില്ല, അത് പോലീസുകാർക്ക് എങ്ങനെ അറിയാം? പക്ഷേ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു കാരണം ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. എന്ത് കാര്യത്തിൻ്റെ കൂടെയും 2 വാക്ക് ചേർത്താൽ മതി. നിർബന്ധിതം എന്നൊരു വാക്ക്, ഗൂഢാലോചന എന്നൊരു വാക്ക് ചേർത്ത് കഴിഞ്ഞാൽ ആരെ അറസ്റ്റ് ചെയ്യാം? നിർബന്ധിത ഗർഭചിത്രം നടത്തി. നോർത്ത് ഇന്ത്യയിൽ വേറൊരു രീതി പറയും, നിർബന്ധിത മതപരിവർത്തനം നടത്തി. ഗൂഢാലോചന എന്ന് പറഞ്ഞ് എന്ത് ഇതിൻ്റെ പ്രശ്നം ആലോചിച്ച് നോക്കുക. നമ്മളൊക്കെ കുറെ കൂടെ സാധാരണക്കാരാണ്. ഷാറൂഖ് ഖാൻ്റെ മകനെ 26 ദിവസം ജയിലിലടച്ചു. ഷാറൂഖ് ഖാൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യ കണ്ട ഏറ്റവും കോടീശ്വരനായ ബാദ്ഷാ ഓഫ് ബോളിവുഡാണ്. ഷാറൂഖ് ഖാൻ്റെ മകനെ 26 ദിവസം ജയിലിലടയ്ക്കാമെങ്കിൽ റിയ ചക്രവർത്തി എന്ന് പറയുന്ന സുശാന്ത് സിംഗ് രാജ്പുട്ടിൻ്റെ ഗേൾഫ്രണ്ടിനെ 26 ദിവസം ജയിലിലടയ്ക്കാമെങ്കിൽ ശശി തരൂർ എന്ന് പറയുന്ന വിശ്വപൗരനെ അദ്ദേഹം ഭാര്യയെ കൊന്നു എന്ന് പറഞ്ഞ് നോർത്ത് ഇന്ത്യയിലെ നമ്മുടെ വലത് ലീനിങ് ആയ ചാനലുകൾ, എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്, അവർ ക്യാമ്പയിൻ ചെയ്യാമെങ്കിൽ ഞാനതിനെ എതിർത്തിരുന്നു. ഈ നാട്ടിൽ ഈസി അല്ലേ ടാർഗറ്റ് ആൻഡ് ടാർണിഷ്? ഇതിൻ്റെ പ്രശ്നം നാളെ അവരുടെ ലൈഫ് അതുകൊണ്ട് സ്പോയിലാവും. പ്രത്യേകിച്ച് ലൈംഗിക കേസുകളാകുമ്പോൾ ഇവൻ റേപ്പിസ്റ്റ് ആണെന്നോ പോക്സോ പ്രതിയാണെന്നോ പറഞ്ഞ് അവരുടെ ജീവിതം അതുകൊണ്ട് നശിച്ചു പോകുന്നു. ഉദാഹരണം പെട്ടെന്ന് ഓർമ്മ വരുന്ന